അപ്പൊ എന്തായാലും ഇനി അടി കൊടുക്കൽ അടി വാങ്ങൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോണത്. കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ ഒരു കടമുണ്ട്, അത് കൊടുത്തു തീർക്കാം. അതല്ല, ആ കുഞ്ഞിനറിയാം ആരെ കയ്യിലാണ് കൊണ്ട് തരേണ്ടതെന്ന് അറിയാം. കണ്ടോ കണ്ടോ കണ്ടോ, ആ കുഞ്ഞു വരെ അത് ആഗ്രഹിക്കുന്നു. മനസ്സിലല്ലേ? ആ ജൂനിയർ പെളിമാണി ആഗ്രഹിക്കുന്നു അത്. മോളിസഞ്ഞു വരൂ. ആ മാമി അടിക്കുന്ന ഒരു ധന്യമുഹൂർത്തത്തിൽ ഒരു പാട്ട് പാടാവോ? വരൂ ചെല്ലു മോള് വരൂ. ഒരു പാട്ട് മോളെ, ഒരു പാട്ട് കേൾക്കണം അങ്കിളിന്, ചേട്ടന് കേട്ടാ. ഇനി ആ മാമിയെ ഞാൻ വിളിക്കൂ. ഇതാണ് കോർക്ക് ബോൾ. ഈ മാമിയെ പറ്റി എന്താണ് മക്കളുടെ അഭിപ്രായം? അങ്ങനെയൊക്കെ പറഞ്ഞ എപ്പോഴും തോക്കൂലേ? എപ്പോഴും തോക്കുന്ന ഒരാളാണിത്. മക്കളെ 100 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ മാമിയാണിത്. അതുകൊണ്ട് ആ ഒരു സീരിയൽ നിർത്തിയ കാരണം ഒരുപാട് പേരെ പട്ടിണിയിലാക്കി മാമിക്ക് കരിപ്പട്ടി കച്ചവടമൊക്കെ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും? ആ മക്കളൊരു പാട്ട് പാടി. പാടറി പഠിപ്പറി പള്ളിക്കൂടൻ താനറി ഈടറി ഏതറി ഏത് വഹനറി. പാടറി പഠിപ്പറി പള്ളിക്കൂടൻ താനറി ഈടറി ഏതറി ഏത് വഹനറി. പഠിപ്പറി പള്ളിക്കൂടൻ താനറി ഈടറി ഏതറി ഏത് വഹനറി. ഇതില എഴുതമില്ല, എഴുതി വച്ച് പഴക്കമില്ല, എലക്കന പഠിക്കമില്ല, തലക്കനമോ എനക്കയില്ല. പാടറി പഠിപ്പറി പള്ളിക്കൂടൻ താനറി ഈടറി ഏതറി ഏത് വഹനറി. അർത്ഥത്തെ വിട്ട് പുട്ട അതൊരു ഭാവമില്ല, പഴകിന ഭാഷയില പഠിപ്പതും പാവമില്ല. എന്നമോ നാഹോ ഇന്നെന്നമോ താണോ തലയാട്ടു പുരിയാത കൂട്ടാ എല്ലാമേ സംഗീതം താ. எல்லாமே சங்கீதந்த சத்தத்தில் பிறந்த சங்கதித ஷட்ஜமம் என்பதும் தேவதம் என்பதும் பஞ்ச பரம்பரைக்கு பரந்தான். பாடறியே படிப்பறியே பள்ளிக்கூடன் தானறியே ஏடறியே ஏதறியே ஏது വഹനറി. ഓൾ ദ ബെസ്റ്റ്. അറിയോ? ഒന്നില്ലെങ്കിൽ പാടാൻ അറിയണം, അല്ലെങ്കിൽ പഠിപ്പറിയണം. ഇത് ഒരു വക അറിയില്ല എന്നാണ് കുട്ടി പറയുന്നത്. അല്ലെങ്കിൽ പള്ളിക്കൂടത്തി പോണം. ചേച്ചി പിന്നല്ലാതെ ഓൾ ദ ബെസ്റ്റ്. അടികൊണ്ട നല്ല അടി കിട്ടേ. അതൊക്കെ അടികൊണ്ട് തഴമ്പ് വന്നിരിക്കുക. ഒരു പ്രശ്നവുമില്ല. എന്റെ പോലെ നന്നായിട്ട് പാടി. ചേട്ടാ, കടിച്ചമർത്താൻ പറ്റാത്ത വേദന എന്താ? അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ പാട്ടിട്ട് നന്നായി. ശിഷ്യനും ആ കാലഘട്ടവും ഓഡിയൻസ് കിട്ടും. എന്റെ കരിപ്പോട്ടി പരമ്പര ദൈവങ്ങളാണ്. അമ്മയാണ് സത്യം. ഇപ്പോഴും ഞാൻ എൻ്റെ ആരിനടുത്ത കുട്ടിക്കാലമാണ് ഓർമ്മിക്കുന്നത്. നമ്മൾ ചാരായം വിറ്റ് നടന്നതും സതീശൻ മാമ കരിപ്പട്ടി വിൽക്കാൻ പോയതും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നമ്മൾ വാട്ടിച്ചു. എന്റെ സതീശ മാമൻ തട്ടിന്റെ പുറത്ത് കയറി ഒളിച്ചിരുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ശാരദേ, ഞാൻ ഇന്ന് ഓർക്കുന്നു. അങ്ങോട്ട് നിൽക്കൂ. പറ, കടിച്ചമർത്താൻ പറ്റാത്ത വേദന. അതാണിപ്പോ നടക്കാൻ പോകുന്നത്. അല്ല, കരിപ്പട്ടിയുടെ കടി. കരിപ്പട്ടി അല്ല, കടിച്ചത്. പറ.
എക്സസൈസ് ആരാടി? അല്ല. ആ എനിക്ക് മനസ്സിലായി. കോട അടിച്ചു പൊട്ടിക്കുമ്പോ ആർക്ക് പറഞ്ഞൂടെ? ഇല്ല. കടിച്ചമർത്താൻ പറ്റാത്ത വേദന, പല്ല് വേദന. രണ്ടടിന്ന് എന്റെ എക്സസൈസുകാരാണ് സത്യം. ഈ കടം ഞാൻ ഇന്ന് തീർത്തിരിക്കും. അച്ചടക്കത്തോടു കൂടി അങ്ങോട്ട് നോക്കി നിൽക്കൂ ശാരദേ, ഇപ്പൊ കാണിച്ചു തരാം. കടിച്ചമർത്താൻ പറ്റാത്ത വേദന. ഒരെണ്ണം തലക്കിട്ടോ. 1 2 3. ഏട്ടായി, ഇന്നത്തെ ദിവസം ഞാൻ ഗെയിമിൽ ജയിക്കുകയും ചെയ്തു. ഏട്ടനെ ഒന്നും മിണ്ടിയില്ല. രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അടിക്കാൻ പോണ ഏട്ടനെ. അതെന്താ അതറിഞ്ഞില്ല ചേട്ടൻ ഫെവിക്കോൾ എടുത്ത് വിഴുങ്ങി. അല്ല എനിക്ക് മിണ്ടാൻ കുഴപ്പമൊന്നുമില്ല. റൂമിലിട്ട് ഇടിക്കുമ്പോ ഞാൻ വാവിളിക്ക നിനക്കറിയില്ല. റെഡി 1 കൈമാറ്റിക്കോളൂ. 2 3 ഗോ. ചേട്ടാ 1 2 3. ഐശ്വര്യ, ഇതാണ് സ്റ്റാർ മാജിക്കിന്റെ പടക്കുതിര. 2 വേവളയാട്ടം തുടങ്ങുന്നു. റിഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. എന്റെ ടീമിനെ അറിയേണ്ട കാര്യം എന്റെ അടുത്ത് ചോദിക്കും. റിനി ഇപ്പൊ എന്താ ചെയ്യണ? കല്യാണം ആയോ? ഇത്ര നാൾ ആയെങ്കി കല്യാണം കഴിക്കാത്ത എന്താ? വീട്ടിൽ നിന്നൊന്നും പറയുന്നില്ല കല്യാണം കഴിക്കുന്ന കാര്യം. വീട്ടിൽ നിന്ന് നീ മുതുക്കായിട്ട് നീ എന്താണ് കേട്ടാത്ത? തൽക്കാലം കിട്ടുന്നില്ല. എന്റെ അമ്മച്ചി അന്വേഷിച്ചെന്നും പറയാൻ പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാരും ഈ അമ്മച്ചി അന്വേഷിക്കുന്നത്. എല്ലാരും വിളിക്കുമ്പോ അമ്മ അന്വേഷിച്ച് അത് മനസ്സിലായില്ല. പിന്നെ ചേട്ടനെ അന്വേഷിച്ചേട്ടാ. ഏട്ടന്റെ വീട്ടുകാരും അന്വേഷിച്ചു. ഏട്ടത്തിയമ്മ. ഇത് പൈസ കൊറേ പോവും തങ്കച്ചന്റെ കണക്ക്. ഒന്നും പറയല്ലോ കുട്ടിക്ക് എന്താണ്. എനിക്ക് പിന്നെ അയൽവക്കത്ത് 2-3 ചേച്ചിമാരും അന്വേഷിച്ചു. ആ പെണ്ണിനെ കൊണ്ട് കുടുംബശ്രീ ചേർക്കാനാ. എന്നാണ് അങ്ങോട്ട് വന്നേന്ന്. വരുന്നുണ്ട് ഒരു ദിവസം. ടീമേ, ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഞാൻ വരാം കെട്ടിക്കാൻ. ഇത്രയും ദിവസം ഇല്ലാത്തൊരു ഇളക്കം. എന്റെ ദൈവമേ, ഈ സ്റ്റാർ മാജിക്കിൽ അക്കൗണ്ടിൽ പൈസ ഉള്ള ഏക ചെറുക്കൻ ഇവനാ. ഇവന് അതും കളയൂല്ലോ എന്ന് ഓർത്തിട്ടാ ജയിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാ ഇതെല്ലാം പറ്റിട്ട് ഒരു കുസൃതി ചോദിച്ചിട്ട് അങ്ങ് നിർത്താം. പ്രഭു ക്യാ ഹുവാ? കുസൂതി ചോദിക്കട്ടെ. ഗാന്ധിച്ചി ഗാന്ധിജിയോ? ഗാന്ധിച്ചി ഓടിച്ച കാർ. ഗാന്ധിജി പ്രഭു ഹരിനാമ കൃഷ്ണ പ്രഭു ക്യാ ഹുവാ? ഗാന്ധിജി ഓടിച്ച കാർ ഏതാ? സാഹിബിന്റെ കാറ്. സാഹിബ് ഒന്ന് ഓടിച്ചില്ലേ അവര്? ഗാന്ധിജി ഓടിച്ച കാർ ഏതാ? അവിടെ നിന്ന് അടിച്ചേണ്ട് പറയാം. വെള്ളക്കാർ. 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 ഓ നൈസ്. താങ്ക് യു. പറഞ്ഞാട്ടാ നൈസ് ക്വസ്റ്റ്യൻ. കൊള്ളക്കാരന്. ഈശോ നരച്ചു തുടങ്ങി അന്നേരം. ജിഷ്ണേട്ടൻ അറിയില്ല? എന്തേ? സുമയുടെ വീട്ടിൽ വിളിക്കണ പേര് നാട്ടുകാരെ വിളിക്കണ പേര് വാവാ. ആണോ? വാവയൊക്കെ എന്നെ അടിക്കുന്ന നാണക്കേടല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദിക്ക്. സിനിമയിൽ അഭിനയിക്കാത്ത തിലകൻ. ഇപ്പൊ കിട്ടിയ ചോദ്യ. കലാതിലകൻ. ബാലഗംഗാധര തിലകൻ. ഇതിന് നിനക്ക് ഇല്ല വേറെ തിലകനും കൂടെ ഉണ്ട്. കലാതിലകൻ. അതിന്റെ ചൂടുണ്ട്. കലാതിലകനോ? എടാ അത് കലാതിലകം. കലാതിലകടാ. 1 2 ഒരു വാള് തരാവോ? ഇത് അടിച്ചാ പോരെ, വെട്ടണം, മുറുക്കിയിടണം അവിടെ. 1 പാട്ട് പറഞ്ഞോ? 3. വേണ്ട വേണ്ട. എടാ വാവേ